ഭക്ഷണം വരുന്നത് നിസ്കാരത്തിലൂടെ. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നു. ബോധത്തോടുകൂടുള്ള നിസ്കാരം കിട്ടാനാണ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ നിസ്കാരങ്ങളൊക്കെ നീ സ്വീകരിക്കണേ പടച്ചവനെ. മഹാനായ ഒരു ആലിം പറഞ്ഞു പോയത്, എനിക്കൊരു പേര് ഓർമ്മ വരുന്നില്ല, അവര് പറഞ്ഞു, ഒരു വ്യഭിചാരം ചെയ്ത ഒരു മനുഷ്യൻ കുറ്റബോധത്തോടുകൂടെ എഴുന്നേറ്റ് നടക്കുമ്പോൾ തോന്നുന്ന ആ ഒരു പാപഭാരത്തെക്കാളും വലിയ ഭാരം എന്റെ ഒരു നിസ്കാരം കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ അല്ലാഹു സ്വീകരിക്കുമോ പടച്ചവനെ, അതോർത്തുകൊണ്ടാണ് എന്റെ വിഷമം എന്ന് പറഞ്ഞുപോയ മഹത്തുക്കൾ. വ്യഭിചാര നിസ്കാരമാണെന്ന് പറയാനല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത്. എന്റെ നിസ്കാരം ഞാൻ അള്ളാന്റെ മുമ്പിലല്ലേ ഈ ചെയ്തു കൂട്ടിയത്, അള്ളാഹ്ക്കിന് കൊടുത്തില്ലേ, ഈ കൊടുത്തതൊക്കെ അള്ളാഹു നാളെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ, ആദ്യത്തെ ഒന്നാമത്തെ റക്അത്തിൽ നീ ബാംഗ്ലൂരിൽ പോയി, രണ്ടാമത്തെ റക്അത്തിൽ നീ ദുബൈക്ക് വിസ കിട്ടുമെന്ന് ആലോചിച്ചു, മൂന്നാമത്തെ റക്അത്തിൽ നീ അങ്ങാടിയിൽ പോയി സാധനം മേടിച്ചു, നാലാമത്തെ റക്അത്തിൽ നിന്റെ നാളത്തെ ജോലിയെക്കുറിച്ച് ആലോചിച്ചു. എന്ത് അള്ളാഹുവിനെ പറ്റി നമ്മൾ എപ്പോൾ ആലോചിച്ചു? ഇതിന്റെ ഇടയിൽ അള്ളാഹുവിനെ കുറിച്ച് എപ്പോൾ ആലോചിച്ചു? നമ്മുടെ ഈ നിസ്കാരം ശരിയായില്ലെങ്കിൽ എത്ര മനോഹരമാണ് നമ്മുടെ പള്ളികൾ, എത്ര മനോഹരമാണ് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ, അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന ഖൽബുകൾ കൂടെ അങ്ങനെ മനോഹരമാണെങ്കിൽ, യാ അല്ലാഹ് एक ही सफ में खड़े हो गए, एक ही सफ में खड़े हो गए महमूदो अयाज, न कोई बंदा रहा न कोई बंदा नवाज. അല്ലാഹുവേ, നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ മഹ്മൂദ് നവാസിനെ പോലെയുള്ള ഭരണാധികാരിയുടെ കൂടെ തന്നെ ഒരു ബന്ദാ നവാസ്. അല്ലാഹുവേ, നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അടിമയും ഉടമയും ഒരുപോലെയാണല്ലോ. തൊട്ടടുത്തുള്ള ആള് കോടീശ്വരനാണ്, തൊട്ടരികത്ത് നിസ്കരിക്കുന്ന ആള് പച്ചപാവമാണ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ നിന്റെ മുമ്പിൽ ഒരുമിക്കുന്നവരാണ്. നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നീ നോക്കുന്നത് കൽബിലേക്കാണ്, കയ്യിലെ പൈസയിലേക്കല്ല. നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒന്നാവുകയാണ്. മഹ്മൂദോ അയാസ്, അടിമയായ അയാസും ഉടമയായ മഹ്മൂദ് നവാസും രണ്ടുപേരും ഒരുമിച്ച് ന കോയി ബന്ദാ രഹാ ന കോയി ബന്ദാ നവാസ്. രണ്ടുപേരും നിന്റെ മുമ്പിൽ അടിമയാണ്. അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ലാതെ റബ്ബേ, നീ നോക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ്. അല്ലാഹു അക്ബർ, നീ ഏറ്റവും വലിയവനാണ് അല്ലാഹുവേ എന്നിട്ട് തക്ബീർ ചൊല്ലി കൈകെട്ടി നിൽക്കുമ്പോ തൊട്ടു മുമ്പിലുള്ള ആൾ ഏതെങ്കിലും ഒരു ടീഷർട്ടിൽ ഒരു കളിക്കാരന്റെ ജേഴ്സിയുടെ നമ്പർ എഴുതി വന്നാൽ നിന്റെ ചിന്ത പോകുന്നത് പഴയ ലോകകപ്പിലേക്കാണ്. നീയാണ് വലുത് പടച്ചവനെ, പിന്നെ നിന്റെ മുമ്പിൽ വലുത് കളിയായിപ്പോയി. നീ അറിഞ്ഞുവോ? ഏതെങ്കിലും കമ്പനിക്കാരുടെ പരസ്യം ധരിച്ചിട്ട് വരല്ലേ നിസ്കരിക്കാൻ വരുമ്പോ, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ നല്ല ഭംഗിയോടെ വരണേ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ നല്ല വസ്ത്രം ധരിക്കണേ. ആര് പറഞ്ഞു? മുത്ത് നബിയാണ് പറഞ്ഞത്, റസൂലുള്ളാഹ്. എത്ര ചിന്തിച്ചാൽ മതി അറിയോ? ആ ടീഷർട്ടും അങ്ങനത്തെ ജീൻസൊക്കെ ഇട്ടിട്ട് ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ പോവോ? ഒരു ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ പോവോ? അവിടെ ഡോർമക്ക് എത്തുമ്പോൾ ഫെയിലാക്കി വിടൂലേ? അവന്റെ അറ്റയർ, അവന്റെ വസ്ത്രരീതി ശരിയില്ല. പ്രൊഫഷണൽ ജോലികൾക്കൊന്നും ജീൻസ് ഇടാൻ പറ്റൂല, നിങ്ങൾക്കറിയായിരിക്കും. സ്കൂളിലൊന്നും നമുക്കൊന്നും അവിടെ മംനുവാണ്, ജീൻസ് ധരിക്കാൻ പാടില്ല. ടീഷർട്ട് ഒരു പ്രൊഫഷണൽ യോഗ്യത വേണ്ട ഒരു ജോലിയിലും ഒരു അംഗീകരിക്കൂല. നമ്മൾ പള്ളിക്ക് കൂളായിട്ട് ഇട്ട് വരും, ബാക്കിൽ ഒരുപാട് പരസ്യം, ഫ്ലൈ എമിറേറ്റ്സ് ഒന്ന്, വേറൊരുത്തൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെ പരസ്യം കൊണ്ടടക്കുക. ഈ പരസ്യം മറ്റുള്ളവൻ ബാക്കിലുള്ളവൻ ഇത് വായിക്കാൻ, പടച്ച റബ്ബേ, എമിറേറ്റ്സിലൊക്കെ കയറാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവുമോ? ഓൻ നിസ്കാരം പോയോ? പോയി. അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലുത്. ഒരു ഈച്ച അങ്ങനെ പാറി വരുന്നു, ഇവന്റെ അടുത്ത് ബേജാറായി തുടങ്ങി. പടച്ചോനെ, ആ ഈച്ചപ്പോ ഇവിടുന്ന് വരികയാവും, അത് വന്നപ്പോ എന്റെ നിസ്കാരം ബാത്തിലാവും, ഇത് വന്നിരുന്ന എന്റെ നിസ്കാരം എന്റെ ദേഹത്തിന് നജസാവുമ്പോൾ നിസ്കാരം ബാത്തിൽ. പടച്ചോനെ, ഇത് മഅഫൂവായ സംഗതിയെ കുട്ടി, ആ ഈച്ച വന്നിരുന്നാലും നിന്റെ നിസ്കാരം ബാധി പ്രശ്നമാവില്ല, നിനക്ക് നജസുമല്ല, നീ പേടിക്കണ്ട. ഒന്നും പഠിച്ചില്ലോ, ആലോചിക്കാണ്. റബ്ബേ, ഒരു കൊതുക് നിന്റെ അടുത്തേക്ക് വന്ന് കടിക്കാൻ വരുമോ? അല്ലാഹുവാണ് വലുത്, പിന്നെ ഏറ്റവും വലുത് ഈച്ചയും കൊതുവായി മാറിയിട്ടുണ്ട്. സംഭവിക്കുന്നില്ലേ നമ്മുടെ നിസ്കാരങ്ങളിൽ? നമ്മൾ പറയാം അല്ലാഹു ഈയാണ് റബ്ബേ ഏറ്റവും വലുത്, പിന്നെ വലുത് പേതായി ഈ നിസ്സാരമായ സാധനങ്ങൾ.